ഈ നരേന്ദ്രമോദി കൊണ്ടുവന്നിട്ടുള്ള പല പദ്ധതികളുണ്ട്. ഇപ്പോൾ മൈക്ക് ഇൻ ഇന്ത്യ, ആ പദ്ധതിയിൽ അത് തകർക്കാനായിട്ടുള്ള നീക്കമാണ് രാജ്യത്തെ മറ്റു പല പ്രതിപക്ഷ പാർട്ടികളും നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ചില സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള ചില വ്യവസായ സംരംഭങ്ങളെ തന്നെ തകർക്കുന്ന നീക്കം നടക്കുന്നത്. തമിഴ്നാട്ടിൽ ഇപ്പോൾ അത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുകയല്ലേ? തീർച്ചയായിട്ടും തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ സാംസങ്ങിൻ്റെ ഒരു ഫാക്ടറി ഉണ്ട്. ഈ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ടി വി ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയാണ്, അത് നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയാണ്. ആ ഫാക്ടറിയിലാണ് രാജ്യത്തെ തന്നെ നടുക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വികസന കുതിപ്പിന് വലിയ തടയിടുന്ന രീതിയിലുള്ള ഒരു ഗൂഢാലോചനയും അട്ടിമറിയും ഒക്കെ അരങ്ങേറിയത്. അത് അരങ്ങേറിയത് CPMൻ്റെ തൊഴിലാളി സംഘടനയായ CITUവിൻ്റെ നേതൃത്വത്തിലാണെങ്കിലും അതിന് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ അകമഴിഞ്ഞ പിന്തുണയുണ്ട് എന്നാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. അതായത് ആ ഫാക്ടറിയിൽ സാംസങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ പ്രവർത്തിക്കുന്ന 3 ജീവനക്കാരെ അകാരണമായി അവിടുത്തെ ഒരു മാനേജറോട് മോശമായി പെരുമാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്തു. ആ സസ്പെൻഡ് ചെയ്തതിനെ തുടർന്ന് ജീവനക്കാർ കൂട്ടമായിട്ട് വന്ന് CITUവിൻ്റെ നേതൃത്വത്തിൽ അവിടെ വലിയ പ്രശ്നമുണ്ടാക്കി ആ ഓഫീസിനുള്ളിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിച്ചു. അങ്ങനെ 20 പേരെ കൂടെ അവർ കുഴപ്പമുണ്ടാക്കി 20 പേരെ കൂടെ സസ്പെൻഡ് ചെയ്തു. ഈ സമയത്ത് CITU സാംസങ്ങിൻ്റെ ഇന്ത്യയിലെ മുഴുവൻ സ്ഥാപനങ്ങളിലും പണിമുടക്കും എന്ന് പറഞ്ഞ് രംഗത്ത് വരികയായിരുന്നു. സാംസങ്ങിൻ്റെ ഈ സാംസങ് ഫാക്ടറികളിൽ CITUവിൻ്റെ ഒരു വിങ് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് സാംസങ് ഇന്ത്യ വർക്കേഴ്സ് യൂണിയൻ എന്നാണ് അതിൻ്റെ പേര്. അവർ ഫെബ്രുവരി 5 മുതൽ ഏകദേശം 600 ജീവനക്കാർ സാംസങ് ഫാക്ടറിയിൽ സമരം ചെയ്യുകയായിരുന്നു. ഈ സമരം ചെയ്ത് മാർച്ച് 14 മുതൽ ഞങ്ങൾ അനിശ്ചിതകാല സമരം പോവുകയാണ്, നിങ്ങളുടെ ഒരു ഉൽപ്പാദനവും ഇവിടെ നിന്ന് നിർമ്മാണം പൂർത്തിയാക്കി പുറത്തേക്ക് വരില്ല എന്ന ഭീഷണി മുഴക്കി സാംസങ്ങിനെ വരുതിയിൽ നിർത്തി ഈ പിരിച്ചുവിടപ്പെട്ട അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട തൊഴിലാളികളെ തിരിച്ചെടുപ്പിക്കുകയായിരുന്നു. ഇതുകൊണ്ടുണ്ടാകുന്ന ദോഷം, ഇത് മറ്റ് കോർപ്പറേറ്റുകൾക്ക് ഇന്ത്യയിലേക്ക് വലിയ തോതിൽ മുതൽ മുടക്കാൻ വരുന്ന, വിദേശ നിക്ഷേപവുമായിട്ട് വരുന്ന വൻ കോർപ്പറേറ്റുകൾക്ക് ഇത് ഒരു സന്ദേശം നൽകുകയാണ്. ഇന്ത്യയിൽ ധാരാളം തൊഴിൽ പ്രശ്നങ്ങളുണ്ട്, പ്രത്യേകിച്ചും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവിടെ വലിയ സ്വാധീനമുണ്ട്. നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ അവിടെ മുതൽ മുടക്കാൻ പോയാൽ നിങ്ങളുടെ പണം നഷ്ടമാകും. നിങ്ങൾ ഇത് ഉൽപ്പാദനം തുടങ്ങി കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ അവർ പണി മുടക്കും, അവർ സമരം ചെയ്യും. അങ്ങനെ നിങ്ങളുടെ ഉൽപ്പാദനം നിലയ്ക്കും, ഈ മുടക്കിയ പണമെല്ലാം വെള്ളത്തിലാകും. ഈ തെറ്റായ സന്ദേശമാണ് ലോകത്തിന് ഇതുകൊണ്ട് നൽകുന്നത്. ഇത് നമ്മളൊന്ന് ആലോചിക്കണം. വേതനക്കുറവോ അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങൾ കിട്ടാതെയോ അല്ലെങ്കിൽ ശമ്പളം മുടങ്ങിയിട്ടോ ഒന്നുമല്ല സമരം ചെയ്തത്. ഓഫീസിൽ അച്ചടക്ക ലംഘനം നടത്തി ഓഫീസിൻ്റെ അല്ലെങ്കിൽ ആ ഫാക്ടറിയുടെ പ്രോട്ടോക്കോളിന് വിരുദ്ധമായി പ്രവർത്തിച്ച 3 ജീവനക്കാരെയാണ് അവർ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തത്. നോക്കൂ, നമുക്ക് ഒരു മാനേജറെ ഭീഷണിപ്പെടുത്താനുള്ള അധികാരമൊന്നും അവകാശമൊന്നും ഒരു ജീവനക്കാരനും ഇല്ല. ഇവിടെ ജീവനക്കാർ അവരുടെ ആനുകൂല്യങ്ങൾ ആവശ്യപ്പെട്ട്, ശമ്പളം മുടങ്ങിയിട്ട് അല്ലെങ്കിൽ വേതന കൂടുതൽ ആവശ്യപ്പെട്ട് സമരം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം. ഇതങ്ങനെയൊന്നുമല്ല, ഒരു ഗുണ്ടായിസമാണ് അവിടെ കാണിച്ചത്. ഈ പെരുമ്പത്തൂരിലെ ഈ ഫാക്ടറിയിൽ ചെയ്തതാണ്. അവർ ഈ 3 പേരെ സസ്പെൻഡ് ചെയ്ത ഉടനെ ജീവനക്കാർ CITUവിൻ്റെ നേതൃത്വത്തിൽ കൂട്ടമായി സംഘടിച്ച് ഓഫീസിനുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. അവരാകെ പേടിച്ചുപോയി, ഭയന്നുപോയി. അവർ വളരെ പെട്ടെന്ന് തന്നെ ഈ തള്ളിക്കയറാൻ ശ്രമിച്ചതിൽ 20 പേരെ കൂടെ സസ്പെൻഡ് ചെയ്ത് പോലീസിനെയൊക്കെ വിളിച്ച് വലിയ വിഷയമായി. പോലീസ് അതിലധികം ഇടപെട്ടില്ല. കാരണം സ്റ്റാലിനാണ് അവിടെ ഭരിക്കുന്നത്. സ്റ്റാലിൻ്റെ സഖ്യകക്ഷിയാണ് CPM. ആ CPMൻ്റെ തൊഴിലാളി സംഘടനയാണ് CITU. എങ്ങനെ പോലീസ് ഇടപെടും? അപ്പോൾ നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തെ ഇപ്പോൾ നോക്കണം, വലിയ തോതിൽ സാമ്പത്തിക വളർച്ച നേടിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം ഭാരതമാണ്. നമ്മൾ ഇപ്പോൾ 4 ട്രില്യൺ എക്കോണമിയിലേക്ക് നമ്മുടെ GDP വളർന്നിരിക്കുന്നു. അത് പതുക്കെ ലോകത്തെ 4ാമത്തെ ഇതിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 5ാമത്തെ സമ്പദ് വ്യവസ്ഥയാണ്. അവിടെ നിന്ന് അത് വളരെ പെട്ടെന്ന് 3ലേക്ക് എത്താൻ, ജപ്പാനെയും മറികടന്ന് 3ലേക്ക് എത്താനാണ് നമ്മുടെ ശ്രമം. അമേരിക്ക, ചൈന, തൊട്ടു പിന്നിൽ ഇന്ത്യ.
അങ്ങനെ 3-ാം സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി വലിയ തോതിൽ കുതിക്കാൻ നിൽക്കുന്ന നമ്മുടെ രാജ്യത്തെ അതിനുവേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മെയ്ക്ക് ഇൻ ഇന്ത്യ പോലെയുള്ള പദ്ധതികളെ തുരങ്കം വയ്ക്കുന്നതല്ലേ ഈ നിലപാട്, അല്ലെങ്കിൽ ഈ നടന്ന സംഭവം? അല്ല, ഈ സമാനമായിട്ടുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇവരുടെ ഭാഗത്തു നിന്നും. ഇത്തരത്തിലുള്ള പല സംരംഭങ്ങളെയൊക്കെ തകർത്തതാണ് CPM-ന് ബംഗാളിലും ഒക്കെ തന്നെ നാശം. അതെ, ബംഗാളിൽ നമുക്കറിയാം ടാറ്റയുടെ നാനോ കാർ ഫാക്ടറി എങ്ങനെയാണ് ബംഗാളിൽ നിന്ന് അത് ഗുജറാത്തിലേക്ക് പറിച്ചു നടപ്പെട്ടത് എന്ന് നമുക്കറിയാം. അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ഈ നന്ദിഗ്രാമിലും സിംഗൂരിലും ഉണ്ടായ സംഭവ വികാസങ്ങളെ തുടർന്ന് ടാറ്റയ്ക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ്. വെറും ഒരു SMS ആണ്, വെൽക്കം ടു ഗുജറാത്ത്. അതവർ സ്വീകരിച്ചു. ഗുജറാത്തിലേക്ക് പോയി അവർക്ക് അവിടെ എല്ലാ സംവിധാനവും കൊടുത്തു. ഏകജാലക സംവിധാനമാണ് വ്യവസായം തുടങ്ങാനുള്ള അനുമതി നേടുന്നതിന്. വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞ സമയത്തിനുള്ളിൽ അവിടെ ഈ കാർ ഫാക്ടറി ആരംഭിക്കുകയും ഒപ്പം അവിടെ നിന്ന് പ്രൊഡക്ഷൻ തുടങ്ങുകയും ചെയ്തു. ബംഗാളിൽ എന്ത് സംഭവിച്ചു, ഗുജറാത്തിന് എന്ത് നേടി, നമ്മുടെ മുന്നിൽ വ്യക്തമാണ്. ഇപ്പോൾ ആ ബംഗാളിനെ നശിപ്പിച്ച അതേ ദുർഭൂതം ഇതാ തമിഴ്നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അതിന് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും ഒത്താശ ചെയ്യുന്നു എന്നാണ് പൊതുവെയുള്ള ആക്ഷേപം, പൊതുവെയുള്ള വിലയിരുത്തൽ. തമിഴ്നാട് നമുക്കറിയാം, ഗുജറാത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ GDP-യിൽ സംഭാവന ചെയ്യുന്നൊരു സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാട്ടിൽ വലിയ ബജറ്റും വലിയ തോതിൽ ഉൽപ്പാദനവും കാർഷികോൽപ്പന്നങ്ങൾ പോലും തമിഴ്നാട്ടിൽ വളരെ കൂടുതലാണ്. നമുക്കറിയാം, ഒരു ദിവസം തമിഴ്നാട്ടിൽ നിന്ന് ലോറി വന്നില്ലെങ്കിൽ കേരളം പട്ടിണിയിലാവും. അങ്ങനെയുള്ള തമിഴ്നാട്ടിലാണ് ഈ ഒരു 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 എന്താ പറയേണ്ട ഒരു ഗൂഢാലോചനയും അതിനെ തുടർന്നുള്ള ഒരു പദ്ധതിയും അരങ്ങേറിയിരിക്കുന്നത്. ഇതിൻ്റെ പുറകിൽ ചൈനയാണോ എന്ന് വലിയ തോതിൽ സംശയിക്കപ്പെടുന്നുണ്ട്. കാരണം ചൈനയിൽ നിന്ന് പണം വാങ്ങിയിട്ടാണോ ഇവർ ഈ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി അട്ടിമറിക്കാൻ വേണ്ടി ഇത്തരത്തിൽ? ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ശമ്പള കൂടുതലിന് വേണ്ടിയിട്ടായിരുന്നോ സമരം? അല്ല. ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നോ? ഇതെല്ലാം അവിടെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൊന്നും സാംസങ് കമ്പനി മുടക്കം വരുത്തിയിട്ടില്ല. ഇനി അത്തരത്തിലുള്ള എന്തെങ്കിലും തൊഴിൽ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടോ? ഇല്ല. ഒരു മാനേജറെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ച 3 തൊഴിലാളികളെ അവർ സസ്പെൻഡ് ചെയ്തു. അത് ഏത് കമ്പനിയും ചെയ്യുന്നതാണ്. അതിൻ്റെ പേരിൽ അത് സംസാരിച്ച് ചർച്ച ചെയ്ത് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാം. അതിന് പകരം ഒരു വലിയ സമരം അവിടെ ആരംഭിക്കുകയും കൂടുതൽ ജീവനക്കാർ സ്ഥാപനം ആക്രമിച്ച് മാനേജർമാരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഏത് മുതൽ മുടക്കുന്ന മുതലാളിയും ഭയന്നു പോകില്ലേ? അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് വ്യക്തമാണ്. ഇത് ആർക്ക് വേണ്ടി? ഇത് ഇപ്പോൾ ഇന്ന് ലോകത്ത് വാതിലുകൾ തുറന്നിട്ട് ഏത് വിദേശിയെയും നിക്ഷേപത്തിന് വേണ്ടി സ്വീകരിക്കാൻ 2 കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്ന രാജ്യം ചൈനയാണ്. അവർക്കൊരു വലിയ വെല്ലുവിളിയാണ്. ഇവരൊക്കെ തന്നെയാണ് രാജ്യവിരുദ്ധ ശക്തികൾ എന്ന് പറയുന്നത്. അതെ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ് ചൈനയെ സഹായിക്കാനാണ് ഈ CITUവും CPM-ഉം സ്റ്റാലിനും കൂടെ ചേർന്ന് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് മറ്റുള്ളവർ പറഞ്ഞാൽ അവരെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. എന്തായാലും ഇപ്പോൾ സാംസങ് ഇവരുടെ മുന്നിൽ മുട്ടുമടക്കി. ഇനി ആ കമ്പനി ചെയ്യാൻ പോകുന്നത് പതുക്കെ അവരിവിടുന്ന് വൈൻഡപ്പ് ചെയ്യും. അവരിവിടുന്ന് പിന്മാറി പതുക്കെ മറ്റേതെങ്കിലും ഒരു സ്റ്റേറ്റിലേക്ക് ആദ്യം പോവും. അവിടെയും ഇതുപോലെ പ്രശ്നമുണ്ടാക്കാനാണ് CITU ശ്രമിക്കുന്നത്. ഒന്നാലോചിക്കണം, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത് നടക്കില്ല. ഇവരുടെ സഖ്യകക്ഷിയായിരിക്കുന്ന സ്റ്റാലിൻ, കോൺഗ്രസ്, മമത ഒക്കെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മമതയായിട്ട് CPM-ന് വിരോധവും പിണക്കവും ഒക്കെ ഉണ്ടെങ്കിലും ഇന്ത്യ മുന്നണിയിലെ കക്ഷികളാണല്ലോ ഇവരെല്ലാം. അപ്പോൾ അത്തരത്തിലുള്ള അങ്ങനത്തെ സംസ്ഥാനങ്ങളിൽ തീർച്ചയായിട്ടും ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കും. അത് രാജ്യത്തിന് മുഴുവനും ദോഷം ചെയ്യും. നമ്മുടെ രാജ്യത്ത് ഇതാണ് അവസ്ഥ എന്ന് പൊതുവെ ലോകം മുഴുവനും പ്രചരിപ്പിക്കപ്പെടും. അത് നമുക്ക് തിരിച്ചടി ഉണ്ടാക്കും. അത് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ, FDIയെ വലിയ തോതിൽ അത് ബാധിക്കും. ഇന്ന് സാംസങ് ആണെങ്കിൽ നാളെ ആപ്പിൾ ആയിരിക്കും. നോക്കൂ, ആപ്പിളൊക്കെ 1 ലക്ഷം കോടി മൊബൈലാണ് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്തിരിക്കുന്നത്. എന്ത് വലിയ റവന്യൂ ആണ് നമുക്ക് ലഭിക്കുന്നത് അതിലൂടെ. ഇത്രയും വലിയൊരു വ്യവസായം ഇവിടെ തഴച്ചു വളരുമ്പോൾ ഇപ്പോൾ ഇതാ നമ്മൾ ഈ ചിപ്പ് ഇൻഡസ്ട്രിയിലേക്ക് കടക്കുകയാണ്.
നമ്മൾ വലിയ തോതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതിനുള്ള നടപടികളുമായിട്ട് നരേന്ദ്രമോദി അടക്കമുള്ളവർ മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു അസ്വാരസ്യത്തിൻ്റെ, ഒരു വെറുപ്പിൻ്റെ, ഒരു വികസന മുരടിപ്പിൻ്റെ ഒക്കെ ഒരു 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 കഥ, ഒരു ചരിത്രം, ഒരു സംഭവം നമ്മുടെ രാജ്യത്തു നിന്ന് ഉയരുന്നു. ഇത് തീർച്ചയായിട്ടും മുളയിലെ നുള്ളിയില്ലെങ്കിൽ വലിയ അപകടം ചെയ്യും. ഇത് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന അവരുടെ വികസന അജണ്ടയ്ക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് ഇവർ മാറും. ഈ CITU ഗുണ്ടകളെ, അങ്ങനെ തന്നെ പറയണം, അവരെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഇത് വലിയ ആപത്തിലേക്ക് പോകും. നമ്മുടെ രാജ്യത്തിൻ്റെ വികസനം എന്നേക്കുമായിട്ട് തടയപ്പെടും. കേരളം ഭരിച്ച് വികസനങ്ങളുടെ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഫാക്ടറികളുടെ ഒക്കെ ശവപ്പറമ്പായിരിക്കുകയാണ് കേരളം. കടത്തിന് മീതെ കടമാണ്. ഒരു നിവൃത്തിയുമില്ല മുന്നോട്ട് പോകാൻ. കേന്ദ്രം നൽകുന്നത് കാത്ത് പിച്ചച്ചട്ടി എടുത്ത് നിൽക്കുകയാണ് കേരളം. കാരണം ഈ നോക്കുകൂലിയും CITU പോലെയുള്ള തൊഴിൽ സംഘടനകളുടെ ദീർഘവീക്ഷണമില്ലാത്ത പ്രവൃത്തികളുമാണ്. ഈ രാജ്യത്ത് യാതൊരു തരത്തിലുള്ള വികസനവും കൊണ്ടുവരാൻ സമ്മതിക്കാതെ നമ്മുടെ സംസ്ഥാനത്തെ ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്ക്, ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക്, കടക്കണിയിൽ നിന്ന് വലിയ കടക്കണിയിലേക്ക് തള്ളിവിട്ട ഒരു നയമാണിതൊക്കെ. ആ നയമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ പയറ്റാൻ തുടങ്ങിയിരിക്കുന്നത്. ഇത് മുളയിലെ നുള്ളിയില്ലെങ്കിൽ വലിയ ആപത്താണെന്ന് മാത്രമേ പറയാനുള്ളൂ. നരേന്ദ്രമോദിയുടെ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന സ്വപ്നത്തിന് ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കുന്നത് ഇപ്പോൾ CITU ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു.